മഴവെള്ളം ഒഴുകിപ്പോകാൻ ഇടമില്ലാതായതോടെ ദേശീയപാതയോരത്തെ വിദ്യാലയത്തിലേക്ക് പ്രവേശന ദിനത്തിലെത്താൻ പെടാപ്പാട്. പൊന്നാനി ആനപ്പടി ALP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ദേശീയപാത നിർമ്മാണം മൂലം വെള്ളത്തിലായത്. മഴയൊന്നു പെയ്താൽ ദേശീയപാതയിലെ വെള്ളം മുഴുവൻ കുത്തിയൊലിച്ച് സ്കൂൾ മുറ്റത്തെത്തും. ദേശീയപാത നിർമ്മിച്ചതോടെ ഏറെ താഴ്ചയിലായ പൊന്നാനി ആനപ്പടി ALP സ്കൂൾ കോമ്പൗണ്ടിൽ മഴവെള്ളം ഇരച്ചെത്തി മുട്ടോളം വെള്ളത്തിൽ നിറയുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ സ്കൂളിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ തിങ്കളാഴ്ച പ്രവേശനോത്സവം നടക്കുന്ന സ്കൂളിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥികൾ വരെ വെള്ളത്തിലൂടെ നടന്നു വേണം ക്ലാസ്സിലെത്താൻ. റോഡ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ സ്കൂൾ കോമ്പൗണ്ടിലെ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ഒരുക്കണമെന്ന് നിർമ്മാണ കമ്പനിയെ അറിയിച്ചിരുന്നെങ്കിലും നടപടികളൊന്നും സ്വീകരിച്ചില്ല. ആനപ്പടി സ്കൂളിൽ പോയി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായിട്ടുള്ള മഴ മൂലം വളരെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ്. ഇവിടെ അധ്യയനം നടക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടെ വെള്ളക്കെട്ടുള്ളത്. അടിയന്തരമായി ഇപ്പോൾ നിലവിലുള്ള വെള്ളം പമ്പ് ചെയ്ത് ഒഴുക്കിക്കളയുന്നതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി നാളെ നമുക്കത് പ്രവേശനോത്സവം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഹൈവേയുടെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ ഉടനെ തന്നെ സ്പോട്ടിലെത്തി പ്രശ്നം പരിഹരിക്കുമെന്നാണ്. ഇതോടെ ദേശീയപാതയിലെ സർവീസ് റോഡിലെ വെള്ളം സ്കൂൾ കോമ്പൗണ്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മോട്ടോർ ഉപയോഗിച്ച വെള്ളം ദേശീയപാതയുടെ കാനയിലേക്ക് ഒഴുക്കിവിട്ടെങ്കിലും മഴ ശക്തമായാൽ വീണ്ടും സ്കൂളിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടും. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.